ഇത് കിഴക്കിൻ്റെ ശാന്തിയാകോ. മുണ്ടമ്പേലി സെന്റ് ലൂയിസ് ദേവാലയം ദൈവമക്കൾക്കായുള്ള ദൈവസ്നേഹത്തിൻ്റെ ഈറ്റില്ലം. ഇവിടെ കാലത്തിൻ്റെ തിരശീലയിൽ മറഞ്ഞ ഒരുപാട് അത്ഭുത കഥകളുണ്ട്, ചരിത്ര സത്യങ്ങളുണ്ട്. അങ്ങനെ മായ്ക്കപ്പെട്ട ചില സത്യങ്ങളുടെ ഒരു ഏട്. വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള മുണ്ടമ്പേലി തികച്ചും സാധാരണക്കാർ മാത്രമാണ് ഇവിടെ വസിച്ചിരുന്നത്. കൂടുതലും കൃഷിപ്പണിക്കാർ, മത്സ്യത്തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ ഒക്കെയാണ് ഇവിടെ വസിച്ചിരുന്നത്. മരുന്നും വൈദ്യശാസ്ത്രവും ഇന്നത്തെ പോലെ സുലഭമല്ല. രോഗബാധിതർക്ക് എന്നും ഈശോയും അവിടത്തോടുള്ള വിശ്വാസവും മാത്രമാണ് സഹായം. അങ്ങനെ ഇരിക്കെ നാട്ടിലെങ്ങും നാട്ടുസൂക്കേട് പടർന്നു പിടിച്ചു. ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ്ടു. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ നാട് തേങ്ങി. നാടെന്നും മരണവാർത്തകൾ കേട്ടുണർന്നു. നാട്ടുസൂക്കേടിൻ്റെ തീവ്രതയിൽ വലഞ്ഞ ജനം ഈശോയെ വിളിച്ചു കരഞ്ഞു. വേദനയിലാണ്ട ദൈവമക്കളെ സഹായിക്കാൻ ഈശോ അവനെ അവരുടെ ഇടയിലേക്ക് വിളിച്ചു. വെള്ളക്കുതിരയിൽ വെള്ളിടി പോലെ കൊടും കാറ്റായി വീശി വാള് ചുഴറ്റി സാത്താൻ കോട്ടകൾ ചവിട്ടി മെതിക്കും ഇടിവാളിൻ സുതരെ സന്ധ്യ പുണ്യാള. ഈ നാടിൻ രക്ഷ. പിറ്റേന്ന് നേരം പുലർന്ന് ജനങ്ങളെല്ലാം ഈശോയുടെ വലിയ ഇടപെടലിന് സാക്ഷ്യം വഹിച്ചു. പള്ളിയിൽ വിശുദ്ധൻ്റെ രൂപത്തിൽ കാണപ്പെട്ട അടയാളങ്ങളും സമീപ പ്രദേശങ്ങളിൽ പുണ്യാളൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയ അടയാളങ്ങളും കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. നാട്ടുസൂക്കേടിൽ നിന്ന് എല്ലാവരും വിമുക്തരായി. അങ്ങനെ ഈശോയുടെ നാമത്തെ പ്രതി ജനങ്ങൾ സന്ധ്യപുണ്യാളനെ യാക്കോസ്ലീഹായെ നാട്ടുസൂക്കേടിൻ്റെ വിമോചകനായി മനസ്സിൽ കണ്ട് വണങ്ങി മധ്യസ്ഥം അപേക്ഷിച്ചു. അങ്ങനെ നാടെങ്ങുമുള്ള ദൈവമക്കൾക്ക്, മുണ്ടമ്പേലിക്കാർക്ക് മനസ്സിൽ വിശ്വാസത്തിൻ്റെ കരുത്തും ധൈര്യവും നൽകിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം ചൊരിഞ്ഞ് ഈശോയുടെ പ്രഥമ രക്തസാക്ഷി വിശുദ്ധ യാക്കോസ്ലീഹ ഈ നാടിൻ്റെ രക്ഷകനായി നിലകൊണ്ടു. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതെല്ലാം വരും തലമുറ അറിയണം. ഈശോയോടുള്ള വിശ്വാസത്തിലും സഭയോടുള്ള ഐക്യത്തിലും വളരണം. ഈശോ സാക്ഷികളാവണം.